ഭീകരതയിൽ ഇരട്ടത്താപ്പിന് സ്ഥാനമില്ല. SCO ഉച്ചകോടിയിൽ ഓപ്പറേഷൻ സിന്ദൂറിനെ പ്രശംസിച്ച് രാജ്നാഥ് സിംഗ്. ബിഷ്കേക്കിൽ നടന്ന ഷാങ്ഹായ് സഹകരണ സംഘടന പ്രതിരോധ മന്ത്രിമാരുടെ യോഗത്തിൽ ഭീകരതയ്ക്കെതിരെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ചൊവ്വാഴ്ച ശക്തമായ സന്ദേശം നൽകി. ഭീകരതയെ നേരിടുന്നതിൽ ഇരട്ട മാനദണ്ഡങ്ങൾക്ക് സ്ഥാനമില്ലെന്ന് ഉറപ്പിച്ചു പറഞ്ഞു. ഇന്ത്യയുടെ സമീപകാല ഭീകരവിരുദ്ധ പ്രതികരണത്തെ എടുത്തു കാണിച്ചുകൊണ്ട് പ്രതിരോധ മന്ത്രി പറഞ്ഞു, ഓപ്പറേഷൻ സിന്ദൂറിൽ ഭീകരതയുടെ പ്രഭവ കേന്ദ്രങ്ങൾ ഇനി ന്യായമായ ശിക്ഷയിൽ നിന്നും മുക്തമല്ല എന്ന നമ്മുടെ ഉറച്ച ദൃഢനിശ്ചയം ഞങ്ങൾ പ്രകടിപ്പിച്ചു. ഓപ്പറേഷൻ സിന്ദൂറിലൂടെ തീവ്രവാദികൾ എവിടെയായിരുന്നാലും രക്ഷപ്പെടാൻ കഴിയില്ലെന്ന് ഞങ്ങൾ തെളിയിച്ചു. കഴിഞ്ഞ വർഷം ഏപ്രിൽ 22-ന് നടന്ന പഹൽഗാം ആക്രമണത്തെക്കുറിച്ച് പരാമർശിക്കവേ പഹൽഗാം സംഭവം മുഴുവൻ മനുഷ്യരാശിയെയും പിടിച്ചുകുലുക്കിയെന്നും പറഞ്ഞു. തീവ്രവാദത്തിന്റെ വ്യാപ്തിയും ആഘാതവും അടിവരയിട്ടു. ഭീകരവാദം ലോകത്തിന് ഏറ്റവും ഗുരുതരമായ ഭീഷണിയായി മാറിയിരിക്കുന്നു. ആഗോള സമൂഹം തീവ്രവാദം, ഭീകരവാദം എന്നിവയുടെ വെല്ലുവിളി നേരിടുന്നുവെന്നും അദ്ദേഹം ഊന്നി പറഞ്ഞു. അതിർത്തി കടന്നുള്ള ഭീഷണികളെ കുറിച്ച് നേരിട്ട് മുന്നറിയിപ്പ് നൽകിക്കൊണ്ട് സിംഗ് പറഞ്ഞു, സർക്കാർ സ്പോൺസർ ചെയ്യുന്ന അതിർത്തി കടന്നുള്ള ഭീകരതയെ നാം അവഗണിക്കരുത്. ഈ കാര്യത്തിൽ ഇരട്ടത്താപ്പിന് സ്ഥാനമില്ല. ഒരു രാഷ്ട്രത്തിന്റെ പരമാധികാരത്തെ തന്നെ ആക്രമിക്കുന്ന ഭരണകൂടം സ്പോൺസർ ചെയ്യുന്ന അതിർത്തി കടന്നുള്ള ഭീകരതയെ നാം കാണാതെ പോകരുത്. ഭീകരതയ്ക്ക് ദേശീയതയോ ദൈവശാസ്ത്രമോ ഇല്ല. യഥാർത്ഥമോ സാങ്കല്പികമോ ആയ ഒരു പരാതിയും ഭീകരതയ്ക്കും മാനുഷിക നഷ്ടത്തിനും ഒരു ഒഴികഴിവായി മാറാൻ കഴിയില്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. നമ്മുടെ ലോകത്ത് ഇതുവരെ ഉണ്ടായിട്ടില്ലാത്ത പ്രതിസന്ധികളുടെ പശ്ചാത്തലത്തിലാണ് ഇന്ന് നാം കണ്ടുമുട്ടുന്നത്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ഉണ്ടായ നിരവധി സംഘർഷങ്ങൾ വിലയേറിയ ജീവനും സ്വത്തിനും നഷ്ടം വരുത്തിവെക്കുകയും അസ്വസ്ഥതയുണ്ടാക്കുന്ന ആവൃത്തിയിലേക്ക് നയിക്കുകയും ചെയ്തു. വർദ്ധിച്ചു വരുന്ന ഏകപക്ഷീയതയുടെയും സംഘർഷങ്ങളുടെയും രൂപത്തിൽ ലോകം ഇന്നൊരു യാഥാർത്ഥ്യ പരിശോധനയെ അഭിമുഖീകരിക്കുന്നു. ആഗോള ചലനാത്മകതയിലെ മാറ്റത്തിലേക്ക് വിരൽ ചൂണ്ടുന്നു. ആഗോള പരിസ്ഥിതി ശിഥിലമായി കാണപ്പെടുന്നതിനാൽ വ്യത്യാസങ്ങൾ മുമ്പത്തേക്കാളും കൂടുതൽ പ്രകടമായി തീർന്നതിനാൽ SCOയുടെ പങ്ക് കൂടുതൽ പ്രാധാന്യം അർഹിക്കുന്നു. ആത്മപരിശോധനയ്ക്ക് ആഹ്വാനം ചെയ്തുകൊണ്ട് പ്രതിസന്ധികളിൽ നിന്നും ഉയർന്നു വരുന്ന സാഹചര്യങ്ങളെ നേരിടാൻ നാം ആത്മപരിശോധന നടത്തുകയും ഫലപ്രദമായ നടപടികൾ സ്വീകരിക്കുകയും ചെയ്യേണ്ട സമയമാണിത്. ആഗോള പ്രാദേശിക ഗ്രൂപ്പുകളിൽ നിന്നും ഏകോപിതമായ പ്രതികരണങ്ങളുടെ ആവശ്യകത ഊന്നി പറഞ്ഞു. ഭീകരതയെക്കുറിച്ച് ഉറച്ച നിലപാട് സ്വീകരിച്ചപ്പോഴും സംഘർഷങ്ങൾ പരിഹരിക്കുന്നതിൽ സംയമനവും നയതന്ത്രവും പാലിക്കണമെന്ന് സിംഗ് വാദിച്ചു. നമ്മൾ സംഭാഷണത്തിന്റെയും നയതന്ത്രത്തിന്റെയും പാത പിന്തുടരണം. അചഞ്ചലമായ ശക്തിയുടെ പാതയല്ല. മഹാത്മാഗാന്ധിയുടെ കണ്ണിനു കണ്ണ് എല്ലാവരെയും അന്ധരാക്കുന്നു എന്ന തത്വചിന്തയെ അദ്ദേഹം ഉദ്ധരിച്ചു. ആഗോള പുനഃസംഘടനയെക്കുറിച്ചുള്ള നിലവിലുള്ള ചർച്ചകളെ അദ്ദേഹം ചോദ്യം ചെയ്തു. നമുക്കൊരു പുതിയ ലോകക്രമമോ അതോ കൂടുതൽ ക്രമീകൃതമായ ഒരു ലോകമോ വേണ്ടത് എന്ന് പ്രസ്താവിച്ചു. നീതിയും സ്ഥിരതയും അടിസ്ഥാനമാക്കിയുള്ള ഒരു സംവിധാനത്തിനായി വാദിച്ചു. ലോകത്തിലെ ഓരോ പൗരനെയും അന്തസ്സോടെയും ബഹുമാനത്തോടെയും പരിഗണിക്കുന്ന ഒരു ക്രമം നമുക്ക് ആവശ്യമാണ്. വ്യത്യാസങ്ങൾ തർക്കങ്ങളായി മാറുന്നില്ല. തർക്കങ്ങൾ ദുരന്തങ്ങൾക്ക് മുമ്പല്ല. ഇന്നത്തെ യഥാർത്ഥ പ്രതിസന്ധി നിലവിലില്ലാത്ത ഒരു ക്രമമല്ല, മറിച്ച് സ്ഥാപിതമായ നിയമാധിഷ്ഠിത ലോകക്രമത്തെ ചോദ്യം ചെയ്യുന്ന പ്രവണതയാണെന്നും സിംഗ് വ്യക്തമാക്കി. അരാജകത്വം, മത്സരം, സംഘർഷം എന്നിവയ്ക്ക് മുകളിൽ സഹവർത്തിത്വം, അനുകമ്പ എന്നിവയ്ക്ക് മുൻഗണന നൽകുന്ന ഒരു ആഗോള സമവായത്തിന് അദ്ദേഹം ആഹ്വാനം ചെയ്യുകയും ചെയ്തു. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.